കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് കാലിടറിയാൽ ആര് തിരുത്തുമെന്നാണ് സൂപ്പർ പ്രൈം ടൈം അടുത്തതായി ചർച്ച ചെയ്യുന്നത്. ശ്രീ SR ശക്തിധരൻ, മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അവസാനിക്കില്ല. EP ജയരാജനും PK ശ്രീമതിയും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ്. അവരുടെ ഭാഗത്തു നിന്നാണ് ഇത്തരമൊരു വീഴ്ച ഉണ്ടായിരിക്കുന്നത്. CM അറിഞ്ഞില്ലെങ്കിലും ഈ രണ്ട് നേതാക്കന്മാർ എന്തായാലും അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. അവർ ഈ തെറ്റുതിരുത്തൽ നടപ്പാക്കേണ്ട ആളുകളാണല്ലോ, പാർട്ടി പ്ലീനത്തിൽ പങ്കെടുത്തവരാണല്ലോ. താഴെത്തലത്തിലുള്ള ഏതെങ്കിലും നേതാക്കന്മാർക്ക് പറ്റുന്നത് പോലെയുള്ളൊരു വീഴ്ചയല്ലല്ലോ ഉത്തരവാദപ്പെട്ടവരും ഇത് നിർവഹിക്കുന്നതിന് നേതൃപദവിയിൽ ഇരുന്നു കൊണ്ട് മാതൃക കാട്ടേണ്ടവരുമായ ഇരുവർക്കും സംഭവിച്ചിരിക്കുന്നത്. ഒരു കാര്യം കൂടി സാർ, ഈ അഞ്ജു ബോബി ജോർജുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ സർക്കാർ വന്നതിന് ശേഷം ആദ്യമായുണ്ടായ കോലാഹലം. അതിൻ്റെ കേന്ദ്രസ്ഥാനത്ത് നിന്നിരുന്നത് ആരാണ്? EP ജയരാജനാണ്. അദ്ദേഹം ശക്തമായി അഞ്ജു ബോബി ജോർജിനെ അധിക്ഷേപിച്ചുകൊണ്ട് ഉന്നയിച്ച ആക്ഷേപം എന്തായിരുന്നു? സഹോദരൻ അവിടെ അനധികൃതവും യോഗ്യത ലംഘിച്ചുകൊണ്ടുമുള്ള നിയമനം നൽകിയെന്ന്. എന്നിട്ടിപ്പോൾ അവനവൻ എത്രമാത്രം വലിയ വഞ്ചന നടത്തിയിരിക്കുന്നു എന്നത് പുറത്തു വരുമ്പോൾ സുധീർ ഇങ്ങനെ ചില ഉപാധികൾ വെച്ചു, അതുകൊണ്ട് വേണ്ട, KM ബീന തന്നെ ആ ചുമതലയുമായി ഇരിക്കട്ടെ. ഇത്തരം വിശദീകരണങ്ങളിലൂടെ തടിയൂരാൻ കഴിയുന്നതാണോ ഇത്? അല്ല, ഇതങ്ങനെ തടിയൂരി പോകാനായിട്ടുള്ള വേണ്ടി പറയുന്നതല്ല. ഇത് നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള നിയമനങ്ങളിൽ ആളുകൾ അസംതൃപ്തരാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഏത് ഗവൺമെൻറ് വന്നാലും അങ്ങനെയുള്ള നടപടികളിലേക്ക് പോകാതിരിക്കാനാണ് നമ്മുടെ സംശുദ്ധമായ രാഷ്ട്രീയ നേതൃത്വം തയ്യാറാവേണ്ടത്. അങ്ങനെ തയ്യാറാവാതെ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാപഭാരം അവർ തന്നെ അനുഭവിക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ഇപ്പോൾ ഇത് പാർട്ടിക്ക് ഇതൊരു വലിയ അപകടമായി പോയി എന്നുള്ള അർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിച്ച് അതിനെക്കൊണ്ട് കുറ്റിയടിച്ച് സ്ഥാപിക്കുന്നതിനകത്ത് വലിയ അർത്ഥമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് എന്ന് ആണ് ബോധ്യപ്പെട്ടതെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇയാളുടെ അപേക്ഷ എന്തുകൊണ്ടാണ് ഇവർ പരിഗണിക്കാനിടയായത് എന്നുള്ള കാര്യം അടക്കം പരിശോധിക്കേണ്ടി വരും. ഇതൊന്നുമില്ലാത്ത ഒരു തരത്തിലുള്ള ക്വാളിഫിക്കേഷനും ഇല്ലാത്ത ഒരാളാണെങ്കിൽ അയാളുടെ അപേക്ഷ പരിഗണിക്കപ്പെടുമോ? അപ്പോൾ പറയും അത് മന്ത്രിയുടെ ആളായതുകൊണ്ട് പരിഗണിച്ചതാണ് എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം ഉണ്ണിത്താനെ. ഞാനതിൽ തെറ്റു പറയില്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ കുറച്ചുകൂടി സുതാര്യമായി ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെടാനായിട്ടുള്ള ആർജവം രാഷ്ട്രീയ നേതാക്കന്മാരായാലും അതുപോലെ തന്നെ ഇതുപോലുള്ള ബന്ധപ്പെട്ട ആളുകളായാലും അവരെടുക്കേണ്ടതാണ്. അത് എടുക്കുന്നില്ല നമ്മുടെ സംസ്ഥാനത്ത് എന്നുള്ളത് തന്നെയാണല്ലോ ഇപ്പോൾ കണ്ടതും ഇനിയിപ്പോൾ കാണാൻ പോകുന്നതും. കേന്ദ്രീകൃത നേതൃത്വം ഉണ്ടല്ലോ. അതേ, കേന്ദ്രീകൃത ഈ പാർട്ടിയിലെ എല്ലാ പ്രധാനപ്പെട്ട ആളുകളും അധിക്ഷേപിക്കുന്നത് ഈ പാർട്ടിയുടെ സംഘടനാ ശേഷി, അതിന്റെ സംഘടനാ ശക്തി, അതിന്റെ സംഘടനാ പ്രവർത്തനത്തിലെ വ്യവസ്ഥാപിത രീതികൾ ഇതെല്ലാം ചൂണ്ടിക്കൊണ്ടാണല്ലോ. ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ള ആളുകൾക്കൊന്നും കഴിവില്ല എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാനായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ അങ്ങനെയല്ല സാർ. ആനത്തലവട്ടം ആനന്ദൻ്റെ മകൻ എന്ന് പറയുന്നത് മാതൃഭൂമിയായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അയാൾക്ക് ഒന്നുമില്ലാതെ മാതൃഭൂമിയിൽ കൊണ്ടൊന്നും വെക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള കഴിവുകളുണ്ടാവും, അദ്ദേഹത്തിന് ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഇതൊക്കെ സത്യമാണ്. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് കള്ളം പ്രചരിപ്പിക്കുക നമ്മളുടെ മാധ്യമങ്ങളുടെ ഒരു വലിയ കാര്യം. ആനത്തലവട്ടത്തിൻ്റെയോ ശ്രീ കോലിയക്കോടിൻ്റെയോ പോലെ അല്ല EP ജയരാജന്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. അദ്ദേഹം മന്ത്രിയാണ്, അദ്ദേഹത്തിന്റെ വകുപ്പിലാണ് ഇത്തരം ഒരു കാര്യം ചെയ്യുന്നത്. അത് കൃത്യമായി മുഖ്യമന്ത്രി പോലും അറിയാതെ എന്ന് മുഖ്യമന്ത്രി തന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്ന ഒരു തീരുമാനമാണ്. ഇതൊക്കെയാണ് തീരുമാനം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. അതിൽ ആനത്തലവട്ടത്തെയും കോലിയക്കോടിനെയും പോലെ താരതമ്യം ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇത്. ഞാൻ തിരികെ എത്താം. ശ്രീ K സുരേന്ദ്രൻ, ഇതിപ്പോൾ 2 CC അംഗങ്ങളാണ്, തെറ്റുതിരുത്തൽ നടപ്പാക്കേണ്ടവരാണ്, പ്ലീനത്തിൻ്റെ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് അത് പ്രവർത്തിക്കേണ്ടവരാണ്. അതുകൊണ്ട് ഇങ്ങനൊരു അബദ്ധം പറ്റിയെങ്കിൽ കേന്ദ്ര നേതൃത്വം ഇടപെട്ട് അത് എന്താണ് കരണീയമായ നടപടി അത് കൈക്കൊള്ളണം എന്ന ഒരു രാഷ്ട്രീയമായ ആവശ്യമാണോ ഉന്നയിക്കേണ്ടത്? അതോ ഇപ്പോൾ ജേക്കബ് തോമസ് ഇരിക്കുകയല്ലേ, ഒരു പരാതി കിട്ടിയാൽ മതി, ഇതുമായി ബന്ധപ്പെട്ട് വ്യവസ്ഥാപിതമായ നിയമ സംവിധാനങ്ങളിലൂടെയുള്ള അന്വേഷണവും പരിശോധനയും നടക്കേണ്ടതുണ്ട്? ഏതാണ് വേണ്ടത്? വേണു, ഞാൻ ഇതിനെ യോഗ്യതയുടെ പ്രശ്നമായിട്ട് പോലും കാണുന്നില്ല. ഇപ്പോൾ സുധീർ നമ്പ്യാർക്കും ദീപ്തി നമ്പ്യാർക്കും ഇവർക്കൊക്കെ നല്ല യോഗ്യത ഉണ്ടെങ്കിൽ തന്നെ അവരെ നിയമിക്കാൻ പാടില്ല. കാരണം നല്ല ക്വാളിഫിക്കേഷനുള്ള എത്രയോ ആൾക്കാർ വേറെ ഉണ്ട്. അതവരെ കൂടാതെ ഈ സ്വജനപക്ഷപാതം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ ഇതൊരു പിഴവല്ല, ഇത് തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുറ്റമാണ്. പിഴവും കുറ്റവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ജയരാജൻ എത്രയെത്ര വിവാദങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഈ ജയരാജൻ വ്യവസായ മന്ത്രി ആയി നിയമിക്കപ്പെട്ട അന്ന് തന്നെ ആളുകൾക്ക് സംശയം തുടങ്ങിയതാണ്. കാരണം അതിൻ്റെ ട്രാക്ക് റെക്കോർഡ് അതാണെന്ന്. പഴയ കാലത്ത് ജയരാജൻ നടത്തിയ പല സംഭവങ്ങളും ഈ പറയുന്ന സുധീർ നമ്പ്യാരും ശ്രീമതി ടീച്ചറൊക്കെ ആണെങ്കിൽ എവിടുന്ന് കിട്ടിയാലും കൈയിട്ട് വാരുക എന്നുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊന്നും പരിശോധിക്കാൻ ഇവിടെ ആളില്ല.
ഇപ്പോൾ ജേക്കബ് തോമസിന് എന്ത് പരാതി കൊടുക്കാനാണ്? ജേക്കബ് തോമസിന് പരാതി കൊടുത്താൽ തന്നെ എവിടെയാണ് ഇത് പരിഹരിക്കാൻ പോകുന്നത്? കേരള ഹൈക്കോടതിയല്ലേ ചോദിച്ചത്? ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ചോദിച്ചല്ലോ, എന്താണ് രണ്ട് വ്യക്തികളെക്കുറിച്ച് മലബാർ സിമന്റ്സിന്റെ കേസ് പരിശോധിക്കുമ്പോൾ രണ്ട് വ്യക്തികളെക്കുറിച്ച് അവർക്ക് എന്താണ് കൊമ്പുണ്ടോ എന്ന് ചോദിച്ചത് കേരള ഹൈക്കോടതിയാണ്. ഇപ്പം പിന്നെ ഹൈക്കോടതി പരാമർശങ്ങളൊന്നും പുറത്തു വരുന്നില്ല, കാരണം അവിടെ ആൾക്കാർ തടയുന്നത് കൊണ്ട് ആ പരാമർശങ്ങളൊന്നും പുറത്തു വരാത്തത് കൊണ്ടാണ്. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം എടുത്ത ഓരോ നടപടിയും, മലബാർ സിമന്റ്സിലെ പ്രശ്നമായാലും കൺസ്യൂമർ ഫെഡിലെ കാര്യമായാലും എല്ലാ കാര്യത്തിലും അഴിമതിയുടെ കാര്യമുണ്ട്. ഇപ്പോൾ സ്വാശ്രയ കോളേജുകളിൽ ആരാണ് ഇടനിലക്കാരനായി നിൽക്കുന്നത്? സ്വാശ്രയ കോളേജുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കച്ചവടത്തിന്റെ പല ഇടനിലക്കാരും ഈ കണ്ണൂരിലെ ഈ സംഘങ്ങൾ തന്നെയാണ്. പരിയാരം മെഡിക്കൽ കോളേജിൽ ഇത് ആരാണ് ഈ കാശ് വാങ്ങാൻ ഇടനിലക്കാരനായി നിൽക്കുന്നത്? ഇത് ആർക്കാണ് കണ്ണൂരിൽ അറിയാത്തത്? ഇതെല്ലാവർക്കും അറിയുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ മദ്യമുതലാളിമാരുടെ ഇടനിലക്കാരൻ ആരാണ് CPM-ലെ? അതെല്ലാവർക്കും അറിയാം. അത് മുഖ്യമന്ത്രി അറിയാത്ത ആളാണെന്നൊന്നും പറഞ്ഞ ആളുകൾ വിശ്വസിക്കില്ല. ജയരാജൻ എത്രയോ വർഷമായിട്ട് ഈ ഇടനിലപ്പണിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാളെ പിടിച്ച് രണ്ടാമനാക്കിയിട്ട് അയാളെ വ്യവസായ മന്ത്രിയാക്കിയിട്ട് പിഴവാണെന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റില്ല. ഇത് പിഴവല്ല. പിഴവാണെങ്കിൽ ഏട്ടൻ്റെ മകൻ്റെ ഭാര്യയുടെ നിയമനം ഇന്നലെ റദ്ദാക്കേണ്ടതായിരുന്നു. അപ്പം റദ്ദാക്കേണ്ടി വന്നത് മാധ്യമങ്ങളുടെ ഇടപെടൽ കൊണ്ടാണ്. പാർട്ടി പ്ലീനം ഇനി 1000 തവണ കേരളത്തിൽ ഇന്ത്യയിൽ നടത്തിയാലും ഈ പാർട്ടി ചെയ്യുന്നതും പ്രവൃത്തിയും തമ്മിൽ, വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധമില്ലാത്ത പാർട്ടിയാണ്. അത് എത്രയോ കാലം മുമ്പേ കേരളത്തിൽ തെളിഞ്ഞതാണ്. ലെഫ്റ്റാണ്, ഞങ്ങൾ ഭയങ്കര നയമാണെന്നൊക്കെ പറയുന്നത് മാത്രമാണ്. ഇത് മറ്റു പാർട്ടികളിൽ നിന്ന് ഒരു വ്യത്യാസവുമില്ലാത്ത പാർട്ടിയാണ്. UDF നടത്തിയ അതേ പണികൾ തന്നെയാണ് 2.5 മാസം കൊണ്ട് LDF നടത്തിയത്. UDF-ന്റെ കാലത്ത് ഇത്രയും ഫീസ് കുട്ടികൾക്ക് കൊടുക്കേണ്ടിയിരുന്നില്ല. ഈ ഗവൺമെന്റിന്റെ കാലത്താണ് ഇത്രയും ഫീസ് കുട്ടികൾക്ക് കൊടുക്കേണ്ടി വന്നത്. അതൊന്നും വെറുതെ നിഷ്കളങ്കമായിട്ടുണ്ടായതല്ല. അതെല്ലാം സ്വാശ്രയ മാനേജ്മെന്റുകളുമായിട്ട് ഉണ്ടാക്കിയ അഴിമതിയിലുള്ള ഡീലിന്റെ ഫലമായിട്ടാണ്. അവരുടെയായിട്ടൊക്കെ ധാരണയിലാണ് ഇവർ പോകുന്നത്. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അങ്ങേയറ്റത്തെ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. അവരുടെ 2 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ്. പാർട്ടിയിലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരെ വിളിച്ചിരുത്തിയിട്ട് പ്ലീനം നടത്തി പഠിപ്പിച്ചല്ലോ ഞങ്ങൾ രാഷ്ട്രീയ സദാചാരത്തെക്കുറിച്ച്, വ്യക്തിജീവിതത്തിലെ ശുദ്ധിയെക്കുറിച്ച്. എന്നിട്ട് ആ 2 കേന്ദ്ര കമ്മിറ്റി നേതാക്കന്മാരാണ് ഇത് നടത്തുന്നത്. പിന്നെ കോടിയേരി ബാലകൃഷ്ണന് വല്ലതും പറയാൻ പറ്റുമോ? കോടിയേരി ബാലകൃഷ്ണനാണ് പാർട്ടി സെക്രട്ടറി. അയാളുടെ മക്കൾ എന്താണ്, അദ്ദേഹത്തിന്റെ മക്കൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ? ഇത് എത്ര കാലമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇതിനൊന്നും ഒരു പരിഹാരവും ഇല്ല. ഞാൻ വരാം. ശ്രീ സുരേന്ദ്രൻ, ശ്രീ CR നീലകണ്ഠൻ, ഇവിടെ ഇപ്പോൾ മുഖ്യമന്ത്രി ഇത് അറിഞ്ഞില്ല എന്ന് പറയുന്നു. ഈ തീരുമാനം പിൻവലിക്കപ്പെടുന്നു. ഇനിയും പിൻവലിക്കേണ്ട പല തീരുമാനങ്ങളും അങ്ങനെ തന്നെ ബാക്കി നിൽക്കുകയാണ്. ചുമതല എടുത്തിരിക്കുന്നവരുണ്ട്. ആ ചുമതലയുമായി അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ കാര്യങ്ങളിലെല്ലാം അവ്യക്തത നിൽക്കുന്നു. ഇതിൻ്റെ ഒരു ഉത്തരവാദിത്തം എവിടെയാണ്? ഇപ്പോൾ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഘട്ടത്തിലാണല്ലോ PK ശ്രീമതി ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. മരുമകളെ കുക്കാക്കിയത്, പിന്നെ അതിനേക്കാൾ ഉയർന്ന തസ്തികയിൽ എത്തിച്ചത്, മകൻ്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് മറ്റിടപാടുകളിലേക്ക് പോയത്. അന്നിനി VS-ന് വല്ലാത്ത തരത്തിലുള്ള ആശ്രയത്വം അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിലുള്ള ബന്ധനസ്ഥനായിരിക്കുകയായിരുന്നു എന്ന ന്യായങ്ങൾ വയ്ക്കാം. അങ്ങനെയെങ്കിൽ പിണറായി വിജയൻ അറിയാതെ ഈ കാര്യങ്ങൾ നടക്കില്ലല്ലോ. അന്ന് ഉത്തരവാദപ്പെട്ട പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം ഈ കാര്യത്തിലെടുത്ത നിലപാടെന്താണ്? ഇപ്പോൾ ഈ കാര്യത്തിൽ അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറിയും എടുക്കാനിരിക്കുന്ന നിലപാട് എന്താകും? അപ്പോൾ ഇവിടെ ഒന്നും ആർക്കും ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്തൊരു നില വരുന്നത് എത്രമാത്രം ശരിയാണ്? കേരളത്തിലെ രാഷ്ട്രീയ സദാചാരത്തിലുള്ള അവസാനത്തെ പ്രതീക്ഷയും ഇല്ലാതായി എന്ന ഒറ്റ വാചകമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇടതുപക്ഷം നേരത്തെ പറഞ്ഞതുപോലെ പ്രതീക്ഷയുണ്ടായിരിക്കും, അവർ വ്യത്യസ്തമായിരിക്കും എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞിരുന്നു. ഇപ്പോൾ നേരത്തെ വേണു ചോദിച്ചതുപോലെ കഴിഞ്ഞ LDF ഗവൺമെൻറ് കാലത്ത് ഈ ചെയ്ത കാര്യങ്ങൾ, അതിൽ വന്ന അഴിമതികൾ, അതൊന്നും കറക്റ്റ് ചെയ്യപ്പെട്ടില്ല. പ്ലീനം നടത്തി കറക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു എന്നല്ലാതെ അതേ ആളുകൾ വീണ്ടും ഇപ്പോൾ മന്ത്രി അല്ലെങ്കിൽ MP ആയി. ശ്രീമതി ടീച്ചർ മന്ത്രി സ്ഥാനത്ത് നിന്ന് പോയി MP ആയി. MP അത്ര മോശപ്പെട്ട കാര്യമൊന്നുമല്ല. MP അങ്ങനെ കൊള്ളരുതാത്തവരെ ആക്കാവുന്ന സ്ഥലമല്ല. ജയരാജൻ ഈ വിവാദങ്ങളിൽ മുഴുവൻ പെട്ട് മന്ത്രിയായി. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി. ഇതിൽ എന്തെങ്കിലും പ്രതീക്ഷ ആർക്കെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മളതിവിടെ അവസാനിപ്പിക്കണം. ഇനി അതിൽ അങ്ങനെ ഒരു പ്രതീക്ഷയൊന്നും വേണ്ട. ഒരു ട്രാൻസ്പെറൻസി പ്രൊസീജിയർ പോലും പാലിക്കാൻ ഇവരാരും തയ്യാറല്ല. ഇപ്പോൾ നേരത്തെ ഷാജഹാൻ പറഞ്ഞു പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യം. കേരളത്തിലെ പൊതുമേഖല നശിപ്പിച്ചത് ഇങ്ങനെയുള്ള രാഷ്ട്രീയ നിയമനം കൊണ്ടാണെന്നുള്ളത് ആർക്കും അറിയാത്തത്? ഇപ്പോൾ നേരത്തെ എനിക്ക് ആ കാർഗോയിൻ്റെ കാര്യം പറയുമ്പോൾ തമാശ തോന്നി. കാർഗോയിൽ അഴിമതി മാത്രമല്ല, വേറൊരു കമ്പനി ഉണ്ട് അതിൽ, സോപ്സ് ആൻഡ് ഓയിൽസ്. കേരളത്തിൽ വലിയ ചരിത്രം സൃഷ്ടിച്ച ഇപ്പോൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എന്തൊരു അഴിമതി നടന്ന കമ്പനിയാണ്.
ഇപ്പോൾ ക്യാപ്റ്റക്സിൻ്റെ കാര്യം പറഞ്ഞു. ഇതൊക്കെ ആരെങ്കിലും അറിഞ്ഞില്ല എന്നോ കേട്ടില്ല എന്നോ ഒക്കെ പറയുന്നതല്ല. ഇത് പാർട്ടി തീരുമാനമനുസരിച്ച് എടുത്തതാണ്. പാർട്ടി ഇങ്ങനെ ചെയ്യൂ എന്ന് തീരുമാനിച്ചതാണ്. ജയരാജൻ ഇതിനോടൊക്കെ പ്രതികരിച്ച രീതി നമ്മൾ കണ്ടതാണ്. അത് ആ അഴിമതിയുടെ ചാലിൽ ട്രാക്കിൽ തന്നെ വളരെ ശക്തമായി പോവുകയാണ്. ഇത് കറക്റ്റ് ചെയ്യാനൊന്നും CPM ഇന്ന് കഴിയില്ല. കാരണം ഈ ബന്ധങ്ങൾ അത്രത്തോളം വ്യാപിച്ചിരിക്കുന്നു. അത് ചാക്കി രാധാകൃഷ്ണനായാലും ഫാരീസ് അബൂബക്കർ ആയാലും അതുപോലെയുള്ള വലിയ പ്രമാണിമാരും വ്യവസായിമാരും ഒക്കെയുള്ള ബന്ധം, ആ ബന്ധത്തിൽ നിന്ന് പോകാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇനി CPM മോശമായി എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം CPM കോൺഗ്രസ്സായി, കോൺഗ്രസ് CPM ആയി. അപ്പോൾ മക്കളെ കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താനോട് പറയാവുന്ന കാര്യം, മക്കൾ രാഷ്ട്രീയത്തിൽ വരാമോ, അതൊക്കെ ചോദിക്കാം. അതൊക്കെ മുമ്പ് ചോദിച്ചതാ CPM-കാർ. മക്കൾക്ക് രാഷ്ട്രീയത്തിൽ വരാമോ? രാഷ്ട്രീയത്തിൽ വരുമ്പോൾ ചുരുങ്ങിയത് ഒരു തെരഞ്ഞെടുപ്പെങ്കിലും നേരിട്ടിട്ടാണ്. ഇവിടെ അതുപോലും വേണ്ട. അഴിമതി നടത്താൻ വളരെ കൃത്യമായി. മാത്രവുമല്ല, അഴിമതിയുടെ ശൃംഖലയിലൂടെ മാത്രം ഒരു പാർട്ടി ഘടന ഉണ്ടാക്കിയിരിക്കുക. പ്രത്യയശാസ്ത്രമൊക്കെ പോയല്ലോ. എന്ത് പ്രത്യയശാസ്ത്രം? അതൊന്നും ഇപ്പോൾ ആരും പറയാറില്ല. സോഷ്യലിസം നമ്മൾ മറന്നുപോയി. അത് വിപ്ലവം നടക്കുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ വിട്ടു. ഇപ്പം നമുക്ക് ഉണ്ടാക്കാവുന്ന പണം ഉണ്ടാക്കുക. അതുകൊണ്ട് ആ സംസ്കാരത്തിലേക്ക് നീങ്ങുക, അങ്ങനെ തന്നെ തീരുമാനിക്കുക. ഒരു കറക്ഷനും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കേന്ദ്രത്തിൽ ആര് വരും? പ്രകാശ് കാരാട്ട് വരുമോ? ആകെ രാജ്യത്ത് ഭരണമുള്ളൊരു സംസ്ഥാനമാണ് കേരളം. ഇവിടെ വന്ന് പിണറായി വിജയനോട് ഇത് കറക്റ്റ് ചെയ്യണമെന്ന് പറയാൻ യെച്ചൂരിക്കോ പ്രകാശ് കാരാട്ടിനോ ഇന്ന് ധൈര്യമുണ്ടോ? നിങ്ങൾ ആ പാർട്ടിയുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കണം. അതുകൊണ്ട് ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. നേരത്തെ ഒരു ചോദ്യം കൂടി, ഒരു കാര്യം കൂടി. ഈ കേസ് എന്തുകൊണ്ട് തീരുമാനിച്ചുവെന്ന് ജേക്കബ് തോമസ് എങ്കിലും അന്വേഷിക്കാൻ തീരുമാനിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ജേക്കബ് തോമസ് അന്വേഷിക്കുമെന്നുള്ള രണ്ടാമത്തെ കാര്യം തീരുമാനിക്കുന്നില്ല. അങ്ങനെ വന്നാൽ വളരെ കൃത്യമായും അവർ വഴി തുറന്നിരിക്കുന്നു. അഴിമതിയുടെ രാജപാത അതിലെത്തി നിൽക്കുന്നു. ശരി, ഞാൻ ഒരു ഇടവേളയിലേക്ക് കൊടുക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം അതിവേഗം തിരികെ എത്താം. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം അവസാനമായി ചർച്ച ചെയ്യുന്നത് ഇടതുപക്ഷം ഇനി ശരിയാക്കേണ്ടത് അവരവരെ തന്നെയോ? ഇടവേളയ്ക്ക് ശേഷം.